ഒരു പെറ്റീഷൻ നമ്മൾ കോടതിയിൽ കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് സിവിൽ പെറ്റീഷൻ ആണെങ്കിൽ, വാട്ട് ഡസ് എ പെറ്റീഷൻ കണ്ടെയ്ൻ? ഒരു പെറ്റീഷനിൽ എന്തൊക്കെയുണ്ട് എന്ന് ആദ്യം അറിയണം, എന്നാലേ എനിക്കിതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഒരുപാട് വക്കീലന്മാർ തെറ്റിച്ച് ചെയ്യുന്നതുകൊണ്ട്, സീനിയർ വക്കീലന്മാർ വരെ തെറ്റിച്ച് ചെയ്യും. ക്ലയൻറ്റിൻ്റെ നിർദ്ദേശത്തോടെ തെറ്റിച്ച് ചെയ്യും. ക്ലയൻറ്റിനോട് ചോദിച്ച ശേഷം അത് തെറ്റിച്ച് ചെയ്യും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരണം. അതിനുവേണ്ടി ആദ്യം പെറ്റീഷൻ എന്താണെന്ന് അറിയണം. ഒരു പെറ്റീഷനിൽ, പ്രത്യേകിച്ച് സിവിൽ പെറ്റീഷനിൽ, നിങ്ങളുടെ പ്രശ്നം, നിങ്ങളാണ് ക്ലയൻറ്റ്, അപ്പോൾ നിങ്ങളുടെ പ്രശ്നം അതിലെഴുതിയിട്ടുണ്ടാവും. ഏതൊക്കെ സെക്ഷൻസ് അപ്ലൈഡ് ആണെന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ വക്കീലിൻ്റെ ജോലിയാണ്, അത് അദ്ദേഹം ചെയ്തോളൂ. അദ്ദേഹം എന്തൊക്കെ സെക്ഷൻസ് അപ്ലൈഡ് ആണ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു സിനോപ്സിസ്, അതായത് മൊത്തം പ്രശ്നത്തിൻ്റെ, ഇപ്പോൾ 100 പേജൊക്കെ ഉണ്ടാവും ഒരു പെറ്റീഷൻ, അത് ചുരുക്കി 1 പേജിലോ 2 പേജിലോ സിനോപ്സിസ്, അതിൻ്റെ ചുരുക്കം എഴുതിയിട്ടുണ്ടാവും ജഡ്ജിന് വായിക്കാൻ. അത് കഴിഞ്ഞ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഈ നടന്ന ഇൻജസ്റ്റിസിൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്റ്റെപ്പുകൾ കോടതിയിൽ നിന്ന് കിട്ടണം എന്നുള്ളതിൻ്റെ ഒരു 2-3 ആവശ്യങ്ങളുണ്ടാവും. ഈ ആവശ്യങ്ങളെയാണ് പ്രയർ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം പറഞ്ഞു, ആദ്യം വലുതായിട്ടെല്ലാം എഴുതിയിട്ടുണ്ടാവും, ഇൻഡെക്സ് അത് ഇതെല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞ് സിനോപ്സിസ് ഉണ്ടാവും, പിന്നെ പ്രയർ ഉണ്ടാവും. പ്രയറിലാണ് എന്താണ് ക്ലയൻറ്റിൻ്റെ ആവശ്യം, എൻ്റെ ക്ലയൻറ്റിന് ഇന്നതൊക്കെ വേണം, എൻ്റെ ക്ലയൻറ്റിന് ഇന്ന സ്ഥലത്തിൻ്റെ അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ കേസ് എങ്ങനെയാണോ അങ്ങനെ, ഇൻജക്ഷൻ ആണെങ്കിൽ അങ്ങനെ, അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് കടക്കാതിരിക്കാനുള്ള റെസ്ട്രിക്ഷൻ ഓർഡർ ആണെങ്കിൽ ഓക്കെ, എന്തൊക്കെ തരം പ്രയറാണോ അങ്ങനെ. ഇതായിരിക്കും ഒരു പെറ്റീഷൻ്റെ പൊതുവെയുള്ള സ്വഭാവം. സിവിലിൻ്റെ കാര്യമാണ് പറയുന്നത്, സിവിൽ പെറ്റീഷൻ മാത്രമാണ് പറയുന്നത്. ഈ പെറ്റീഷൻ പരിശോധിച്ച ശേഷം ജഡ്ജ് സാറ് പറയും, ഈ 4 പ്രയറുകളിൽ ഇന്ന പ്രയർ, അല്ലെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്തേക്കുന്ന സെക്ഷനുകളിൽ ഇന്ന സെക്ഷൻ നിങ്ങൾ വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ ഞാനിത് വെട്ടും, ഞാനിത് ചുവന്ന മഷിയിട്ട് ഡിസ്മിസ് എന്ന് അടിച്ച് തരും. അത് നിങ്ങൾക്ക് പ്രശ്നമാകും. ഭാവിയിൽ ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ നിങ്ങൾ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നമാവും. അത് ആവാതിരിക്കാൻ, ഞാനിത് വെട്ടാതിരിക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ ഇഷ്യൂ പ്രസ് ചെയ്യുന്നില്ല എന്ന് എഴുതി തരൂ എന്ന് നിങ്ങളോട് പറയും. നിങ്ങളോടല്ല, നിങ്ങളുടെ വക്കീലിനോട് പറയും. അദ്ദേഹത്തോട് ഇന്ന നമ്പർ പ്രയർ, 2ാമത്തെ പ്രയർ അല്ലെങ്കിൽ 3ാമത്തെ പ്രയർ, പ്രയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങളാണ്, 3-4 ആവശ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കേസിൽ മെയിനായിട്ടുള്ളത്. 2ാമത്തെ പ്രയർ അല്ലെങ്കിൽ 3ാമത്തെ പ്രയർ അല്ലെങ്കിൽ ഇന്ന സെക്ഷൻ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ ജഡ്ജിമാർ പറയാറുണ്ട്, ചിലപ്പോൾ അല്ല, മിക്കവാറും പറയാറുണ്ട്. ഇത് വിഡ്രോ ചെയ്യൂ, വിഡ്രോ ഇറ്റ്, ഇപ്പം തന്നെ ഒരു നോട്ട് എഴുതി തരൂ, ഇത് വിഡ്രോ ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ വക്കീൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ പേപ്പറിൽ ഇത് എഴുതി കൊടുക്കും, ഈ ഇഷ്യൂ പ്രസ് ചെയ്യുന്നില്ല. ഇതിനെ പറയുന്നത് നോട്ട് പ്രസ് മെമ്മോ എന്നാണ്. പ്രസ് ചെയ്യുന്നില്ല, ഞങ്ങളിത് വിഡ്രോ ചെയ്യുന്നു എന്നാണ് ഇതിനർത്ഥം. എന്നിട്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കും. മിക്ക വക്കീലന്മാരും അവരുടെ ക്ലയൻറ്റിനെ വിളിച്ച് ചോദിച്ചോട്ടെ എന്ന് ചോദിക്കും. എന്നിട്ട് ക്ലയൻറ്റിനെ വിളിച്ച് ചോദിക്കും, ഇന്ന നമ്പർ പ്രയർ അല്ലെങ്കിൽ 3ാമത്തെ നമ്പർ പ്രയർ അല്ലെങ്കിൽ ഇന്ന സെക്ഷൻ നമ്മളോട് ജഡ്ജ് പിൻവലിക്കാൻ പറയുന്നുണ്ട്, പിൻവലിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ സമ്മതത്തോടു കൂടി ഞാൻ പിൻവലിച്ചോട്ടെ എന്ന് ചോദിക്കും. ക്ലയൻ്റായ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആ ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങളത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളത് എഴുതി വെച്ചത് അറിയാണ്ടൊന്നുമല്ല, അബദ്ധത്തിലൊന്നുമല്ല, നിങ്ങൾക്കത് വേണം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളത് അവിടെ എഴുതിക്കുന്നത്, വക്കീലിനെ കൊണ്ട് എഴുതിച്ചത്. അല്ലെങ്കിൽ വക്കീൽ എഴുതിയത്, സ്വയം എഴുതിയത്, നിങ്ങളോട് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് എഴുതിയത് നിങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ജഡ്ജി പറയുന്നു അത് കൂടുതൽ ഭാവിയിൽ പ്രശ്നമാവും, വേഗം വിഡ്രോ ചെയ്തുകൊണ്ട് വെക്കോ, ഈ പ്രയർ മാത്രം, ബാക്കി പ്രയർക്ക് എങ്ങനെ നോട്ട്, ഈ പ്രയർ മാത്രം. ഇങ്ങനൊരു കേസിൽ നിങ്ങൾക്കത് വേണമെന്നാണ് ആഗ്രഹം, ഓക്കെ, ഇങ്ങനൊരു കേസിൽ ആഗ്രഹമല്ല, അതാണ് ജസ്റ്റിസിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ഇൻ ദിസ് ഇൻസിഡൻറ്റ് വാട്ട് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇസ്, വാട്ട് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഇസ് ദാറ്റ് ഈ പ്രയർ, ഈ പർട്ടിക്കുലർ പ്രയർ, ഇത് നിങ്ങൾ തന്നെ വേണ്ട എന്ന്, അഥവാ നിങ്ങളുടെ വക്കീൽ വേണ്ട എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു നോട്ട് പ്രസ് മെമ്മോ എഴുതി കൊടുത്തു എന്നിരിക്കട്ടെ. നിങ്ങൾ തന്നെ ആവശ്യപ്പെടുകയാണേ, അപ്പം നിങ്ങൾ തന്നെ ആവശ്യപ്പെട്ട് എന്ത് പറ്റും? ഒരിക്കലും ഭാവിയിലോ ഈ കോടതിയിലോ മേൽക്കോടതിയിലോ
ഒരിക്കലും ഒരു കാലത്തും എവിടെയും നിങ്ങൾക്കിത് പിന്നീട് ആവശ്യപ്പെടാൻ പറ്റില്ല. ഐ റിപ്പീറ്റ്, ഒരിക്കലും പിന്നെ ഈ ആവശ്യം നിങ്ങൾക്ക് കിട്ടില്ല. മനസ്സിലായോ? അതേസമയം ഈ ജഡ്ജല്ല മജിസ്ട്രേറ്റ് ആയിരിക്കും, അദ്ദേഹം ഇത് ഡിസ്മിസ് ചെയ്യാന്നിരിക്കട്ടെ. ഡിസ്മിസ് ചെയ്തിട്ട് ഇന്ന കാരണം കൊണ്ട് ഞാനിത് ഡിസ്മിസ് ചെയ്യുന്നു എന്ന് അദ്ദേഹം എഴുതാൻ വേണ്ടി ഒരു 4-5 പേജ് അതിൻ്റെ മെറിറ്റ് എഴുതണം. എന്തുകൊണ്ട് ഞാനിത് ഡിസ്മിസ് ചെയ്യുന്നു എന്നതിൻ്റെ മെറിറ്റ് എഴുതണം. അത് അദ്ദേഹം ആയിരിക്കില്ല എഴുതുന്നത്, അദ്ദേഹത്തിന് ക്ലർക്കായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് വർക്കുണ്ട്. ഓക്കെ, ആ ഡിസ്മിസ് ഓർഡർ എഴുതാനുള്ള സമയക്കുറവ് കൊണ്ടോ സമയം ലാഭിക്കാനുള്ളൊരു പോംവഴി ആയിട്ടുമാണ് ജഡ്ജിമാർ ഇത് ചെയ്യുന്നത്, നിങ്ങളെ കൊണ്ട് ഇത് ഡിസ്മിസ് ചെയ്യുന്നത്. അത് ഒബ്വിയസ്ലി ഈ ജഡ്ജിന് ഇത് തോന്നുന്നുമുണ്ട്. കേസിൻ്റെ കട്ടി കുറയ്ക്കാനായിട്ടും ജസ്റ്റിസ് ഡെലിവറി ചെയ്യാനായിട്ടും ഈ സാധനം ശരിയല്ല, ഇന്ന നമ്പർ പ്രയർ ശരിയല്ല, ഇത് ജസ്റ്റിസ് അല്ല, ഇത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് കൊണ്ടാണ് അദ്ദേഹം അത് വെട്ടുന്നത്, ഡിസ്മിസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഡിസ്മിസ് ചെയ്യുന്നില്ല, പകരം നിങ്ങളെ കൊണ്ട് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ തന്നെ വിഡ്രോ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് എവിടെ നിന്നും കിട്ടില്ല, മേൽക്കോടതിയിൽ നിന്നോ എവിടെ നിന്നും ഒരിക്കലും കിട്ടില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വക്കീലിനോട് പറയണം, നമ്മളത് വിഡ്രോ ചെയ്യുന്നില്ല, വക്കീൽ നോട്ട് പ്രസ് മെമ്മോ കൊടുക്കരുത്. എന്തിനാണെന്നറിയോ? ഈ ജഡ്ജ് ഇത് ഡിസ്മിസ് ചെയ്യുന്നിരിക്കട്ടെ, ഡിസ്മിസ് ചെയ്തിട്ട് അതിൻ്റെ മെറിറ്റ്സ് എഴുതണം, എന്തുകൊണ്ട് ഞാനിത് ഡിസ്മിസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് മേൽക്കോടതിയിൽ അതായത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഭാവിയിൽ ഇന്ന നമ്പർ പ്രയർ ഇന്ന ഡേറ്റിൽ ഡിസ്മിസ് ചെയ്ത് പോയിട്ടുണ്ട്, വെട്ടിപ്പോയിട്ടുണ്ട്, എനിക്കത് റിസ്റ്റോർ ചെയ്ത് കിട്ടണം എന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഓക്കെ, വേറെ ഹയർ സ്റ്റേജിൽ നിങ്ങൾക്കത് അപേക്ഷിക്കാൻ പറ്റും, ജഡ്ജ് അത് ഡിസ്മിസ് ചെയ്താൽ പോലും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്, വക്കീൽ വിളിച്ച് ചോദിച്ചാൽ പറയണം, നമ്മൾ ഇതിൽ നിന്നൊന്നും പിന്നോട്ട് പോകുന്നില്ല, ഏതെങ്കിലും ഒരു പ്രയർ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ഷൻ പുഷ് ചെയ്യണോ കട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ അത് വേണ്ട, അത് ജഡ്ജ് ഡിസ്മിസ് ചെയ്തോട്ടെ, ഭാവിയിൽ നമുക്ക് ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ അത് അവിടെ നിന്ന് മേടിക്കാൻ ചാൻസ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അതായത് നിങ്ങളായിട്ട് അത് വിഡ്രോ ചെയ്യുന്നിരിക്കട്ടെ, നിങ്ങളുടെ വക്കീലായിട്ട് അത് വിഡ്രോ ചെയ്യുന്നിരിക്കട്ടെ, നോട്ട് പ്രസ് മെമ്മോ എഴുതി കൊടുത്തിരിക്കട്ടെ, പിന്നെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അതിന് ചാൻസ് ഇല്ല. ഓക്കെ, ലീഗൽ കപ്പലിൽ യാത്ര ചെയ്ത എല്ലാ യാത്രക്കാർക്കും നന്ദി, നമസ്കാരം.